കണ്ടാ ഇവൾ കണ്ടാ പറയുമ്പോൾ തലവേദനാണെന്ന് കുറച്ച് കണ്ടുപിടുത്താണോ ഇനി. ഏതായാലും ഇവിടെ കാണാനില്ലല്ലോ. ഞാൻ ഏതായാലും പോയി കിടക്കട്ടെ. എനിക്ക് വെച്ചിങ്ങനെ ഇവിടെ നിൽക്കാൻ ഒരു നേരം ആകുമ്പോൾ വന്ന് തിന്നോട്ടെ. പഠിച്ചോനെ എത്ര ഇച്ചിട്ട് ഇവിടെ ഇരിക്കുക. ഏതായാലും ഒന്ന് പുറത്തിറങ്ങി നോക്കട്ടെ. ചീത്ത പറയോ ഉള്ളോ? ഈ വരത്തെ പിള്ളേർക്ക് അവിടെ പോയി ഇന്നലെ കാണാനില്ല. പിന്നെ ചങ്ങായി പിന്നെ പുറത്ത് പോയിട്ടുണ്ടാവും. എന്നാലും ഉമ്മ ഉണ്ടാവുമല്ലോ, ഉമ്മ കാണില്ലല്ലോ. പക്ഷെ എങ്ങനെ അങ്ങനെ മുന്നിൽ ശരിയാ? ഏതെല്ലാം ആൾക്കാരുണ്ടാവും. പോയൊക്കെയാലോ. ഇമ്മ അടുക്കളയിലില്ലല്ലോ. പിന്നെ വല്ല പുറത്തു പോയി. നീ എന്താ കാട്ടുറപ്പേ? കുട്ടി നീച്ചു വന്നാ മോളെ? അന്നെ കൊറേ ഞാൻ കാത്തുനിന്ന് ഇച്ച് നീച്ചു വരാതെപ്പോ ഞാൻ ചായ കുടിച്ച്. മനെ കുട്ടിക്ക് തലവേദനയില്ലേ? ഒരാളെ പോകുമ്പോ എന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കര തലവേദനയാണെന്ന്. അപ്പൊ അതുകൊണ്ട് ഉമ്മ വിളിക്കായത്. ഇങ്ങനെ തലവേദന ഉണ്ടാവുക ആ കണ്ട മുലപ്പും എന്തൊക്കെയാണ് തലയിൽ ചുറ്റി കെട്ടിയത്, അതുകൊണ്ട് വന്നതാണ്. ഏതായാലും മനെ കുട്ടിന് തലവേദനൊക്കെ മാറിയാ? തലവേദന കുറവുണ്ട്. അത് സാരില്ല, ഉമ്മ കുടിച്ചില്ല. ഞാൻ കുടിച്ചോളൂ. എനിക്ക് വേണമെന്നില്ല. തലവേദനയായിട്ട് ഭയങ്കര. ഉമ്മ പറഞ്ഞ ശരിയാണ്. ആ കണ്ട മുലപ്പും എന്തൊക്കെയാ മാറ്റിക്കാൻ വന്നവര് എന്തൊക്കെയാ എന്റെ തലയിൽ ചുറ്റിട്ടെന്ന് തോന്നുന്നു. തല വെട്ടിപ്പൊളിയാ. ഞാനൊന്നും ഇറങ്ങിച്ചപ്പോ മിസ്സൊക്കെ കൂടി വായി തേച്ച്. ഞാൻ എന്താ കാട്ടുക? അതുകൊണ്ടമ്മ ഞാൻ നീക്കാൻ നേരം വയ്ക്കത്. ഒന്നും വിചാരിക്കരുത് കേട്ടോ. എന്ത് വർത്താനം അമ്മാനെ കുട്ടി പറയണത്? ഇമ്മ എന്ത് വിചാരിക്കാനാണ്? പിന്നെ പറഞ്ഞാല് കല്യാണം കഴിഞ്ഞാൽ കുഴക്കും സീനൊക്കെ ഉണ്ടാവും. അന്റെ പ്രായം കഴിഞ്ഞിട്ടെന്നല്ലേ നമ്മളും വന്നിട്ടുള്ളത്. പിന്നെ പറഞ്ഞാൽ ഇപ്പത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് എന്ത് കളി കേൾക്കട്ടോ. ഇപ്പത്തെ അമ്മായിമാരൊന്നും പറയില്ല. പണ്ട് കാലത്തൊക്കെ മക്കളെ നമ്മളൊക്കെ അവൾ സുബേ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ കിടക്കാൻ പറ്റൂല. നീറ്റ പാട് കുളിക്കണം, അടുക്കളയിൽ കയറണം. അടുക്കളയിൽ കയറുമ്പോൾ അമ്മായിമ്മ ആദ്യം ചോദിക്കുന്നത് എന്താണെന്നറിയോ? കുളിച്ചോന്ന്. കുളിക്കായി അടുക്കളയിൽ കയറതിട്ടോന്ന് പറയും. അതിൻ്റെ അമ്മ അങ്ങനൊക്കെയുള്ള ചിട്ടയിലാണ് ഉമ്മ വളർന്നു പറഞ്ഞത്. അപ്പൊ അത്രയും ഞാൻ കഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പത്തെ പെൺകുട്ടികൾക്ക് അങ്ങനത്തെ ഒരു കഷ്ടപ്പാടില്ല. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇപ്പത്തെ അമ്മമാരെല്ലാം മക്കളായിട്ട് നല്ലപോലെ നിൽക്കണത്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇന്നിട്ട് വർത്തമാനം വരുന്നത് നേരം 10 മണി കഴിഞ്ഞ് ഉമ്മാന്റെ പണിയൊക്കെ കഴിഞ്ഞിരിക്കണം. ഇനിയിപ്പോഴൊന്നും അടിച്ചു തുറക്കാനുള്ളൂ. അത് ഉമ്മ തന്നെ ചെയ്തോണ്ട് ഇന്നേ പിന്നെ ഇവിടെ പണി എടുക്കണ കൊണ്ടൊന്നും വരില്ല. അപ്പൊ ഓൾക്ക് എന്താവും വെച്ചാൽ സോക്കടായിട്ട് 2 ദിവസം ലീവാണ്. ഇനി ഏതാണ്ട് 2 ദിവസം വരുവോളം ഞാൻ എടുത്തോണ്ട് ഉമ്മാനെ കുട്ടി എടുക്കണ്ട. ഇനിയിപ്പോ നാട്ടുകാർ പറയും വന്ന പാടെ എന്നെ കൊണ്ട് എടുപ്പിച്ചിരുന്നു. ഇജ്ജ് 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ എടുക്കും. എനിക്കറിയാം
ചെയ്താലേ ഇപ്പൊ വർത്താനം പറയാൻ നിൽക്കാതെ ഇജ്ജ് പോയിട്ട് ചായ കുടിക്ക്. ഉമ്മണ്ട് ഭൂരി ചുട്ടിരുന്നു തണുത്തിട്ടൊന്നും അറിയില്ല കുഞ്ഞാ. പിന്നെ ഇജ്ജ് നീ നീറ്റ് വന്നാലേ അന്നെക്കൊണ്ട് ഇത് ചെയ്യിപ്പിക്കണ ചോദിച്ചിട്ട് ഉമ്മ ചുട്ടതാണ്. പിന്നെ എന്നാൽ ഉമ്മ പിന്നെ പണി കഴിഞ്ഞാൽ പിന്നെ കുഴക്ക് സിനാണ് മരുന്നൊക്കെ കുടിക്കാനുള്ളതുകൊണ്ടേ അതുകൊണ്ട് ഉമ്മ അവിടെ കിടന്നു. അപ്പൊ ഞാൻ കിടക്കണേ മുമ്പോട്ട് എനിക്ക് ചുട്ടിരുന്നു. ഈ തണുത്തോന്നൊന്നും ഒന്നും വിചാരിക്കത് കേട്ടോ. ഇജ്ജ് പോയിട്ട് ചായ കുടിച്ചോ. ഉമ്മ എന്നാലും കുറച്ചും കൂടി കിടക്കട്ടെ എന്നാല്. ഇമ്മ ഞാൻ ചായ കുടിച്ചോണ്ട് ഇന്നമ്മ പോയി കിടന്നോളി. ഞാൻ അടിസൊക്കെ എനിക്ക് പണി എടുത്തോണ്ട് ഉമ്മ എനിക്ക് പണിയൊക്കെ എല്ലാം അതെ എന്റെ അമ്മ എല്ലാം പഠിപ്പിച്ച് എന്നോട് പറഞ്ഞയച്ചേക്കണേ. ഇനിയിപ്പൊ ആ ചേച്ചി ഇല്ലെങ്കിലും ഞാൻ ഇനി എല്ലാ പണി എടുത്തോണ്ട് നിങ്ങൾ പറഞ്ഞേരി. ഇനിയിപ്പൊ തന്നെ അടുക്കളയിൽ കയറിയെങ്കിൽ നാട്ടുകാർ ഇനി ഇമ്മാനെ കുറ്റപ്പെടുത്തോളൂ. ആ വന്ന പാട് മരങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ച് ഇങ്ങനെ ചെയ്യിപ്പിച്ച് കണ്ട് അമ്മയും പോലൊക്കെ തുടങ്ങി നാട്ടുകാർ പറയും. അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ കയറുന്നില്ല. ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങിക്കൊണ്ട് നിങ്ങൾ പോയി കിടന്നോളൂ, ഞാൻ പോയി കുടിച്ചോളാം. പിന്നെ നന്നാൽ ഈ തലവേദന സമയത്തൊന്നും എനിക്ക് ചായയും ആദ്യം ചോറും ഒന്നും തിന്നാൽ എനിക്കിട്ട് പോവില്ല. അപ്പാട് ഇത് ഛർദ്ദിക്കും ചെയ്യും. ഞാൻ ഇമ്മാൻ സമാധാനത്തിന് വേണ്ടി ഇമ്മ ഉണ്ടാക്കിയോണ്ട് ഞാൻ എടുത്ത് തിന്നോണ്ടിമ്മ. നിങ്ങൾ പോയി കിടന്നോളി. എന്നാ ആയിക്കോട്ടെ മോളെ, ഉമ്മ കിടന്നോണ്ട് ചെയ്താലേ ഞാൻ ഭൂരി ചുട്ടിക്കണേ. പിന്നെ കറി മുട്ട റോസ്റ്റ് ആട്ടോ, ഇനി പോയി തിന്നോ. പിന്നെ ചായ ഉണ്ട് അവിടെ ഡവറയിൽ വെച്ചിട്ട് എനിക്ക് പാകത്തിന് മധുരം ഇട്ടിട്ട് കുടിച്ചോട്ടോ. നമ്മ കിടക്കട്ടെ എന്നാല്. എന്നാ ശരി ഉമ്മ, ഞാൻ കുടിച്ചോണ്ട്. എന്നാ ആയിക്കോട്ടെ. ഏതായാലും ഉമ്മാനെ തൊഴിൽ തന്നെ വീണല്ലോ. ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞാല് അടുത്ത ബുദ്ധി ആലോചിക്കണം. എന്റെ അമ്മ എല്ലാം പഠിപ്പിച്ചു അടുപ്പാണ്. എന്റെ അമ്മ എന്നെ കൊറേ പഠിപ്പിക്കാൻ നോക്കി. ഞാനാ പഠിക്കോ? എന്റെ അമ്മ കൊറേ ഇടങ്ങളാക്കിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എനിക്ക് അടുക്കളയിൽ പണിയെടുക്കാനൊന്നും അടുക്കളയിൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ സൗന്ദര്യം നഷ്ടപ്പെടും. അത് കരിമീനും കാര്യങ്ങളൊക്കെ കാര്യം ഇറിറ്റേഷൻ വരും. ഏതായാലും വിശന്നിട്ട് വയ്യ. 10 മണി വരെ ഞാൻ റൂമിലെ കേച്ചു കൂട്ടിയത് എനിക്കില്ലേ പഠിച്ചാൽ അഭിനയുള്ളൂ. ഞാൻ പോയിട്ട് നീ തിന്നട്ടെ. പോയി മുട്ട പോയിട്ടു ഞാൻ എന്നെ തിന്നട്ടെ. എത്ര കാലമായി പൂരിയൊക്കെ തിന്നിട്ട്. മുട്ട റോസ്റ്റ് കണ്ടാക്കാനറിയോ നല്ല ടേസ്റ്റാണ്. ഇനി ഏതായാലും സമയം തിന്നട്ടെ. വയ്ക്കുന്നോ ഇത്രയും കൈപ്പുള്ള അമ്മയാണ് എന്റെ ഭാഗ്യം. അങ്ങനത്തെ അമ്മായിമാൻ കിട്ടിയത് ഒന്നും അറിയാത്ത ഞാനൊക്കെ ഞാൻ അടുക്കളയിൽ കയറിയിട്ടാൽ എന്താ അവസ്ഥ. അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ തന്നെ കയറുന്നില്ല. കല ഒരളവോ പറഞ്ഞിട്ട് ഞാൻ ഇക്കാതെ നല്ല ടേസ്റ്റുള്ള ഫുഡ് തിന്നാലോ. പൊടി മോൾക്ക് എന്റെ കൂട്ടാനൊക്കെ പറ്റിക്കണാവോ റബ്ബേ. പഠിച്ചോനെ ഒന്ന് പോയി നോക്കിയാലോ. അവള് തിന്നിക്കണോ? അവൾക്ക് തലവേദന ആയ ഛർദിക്കുന്നില്ല പറഞ്ഞത്. എന്താണാവോ? ഒന്ന് പോയി നോക്കട്ടെ. എന്താ എന്റെ കുട്ടി കാട്ടിലൊന്നൊന്ന് പോയി നോക്കട്ടെ.
ഇവളെന്ത് നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞത് തലവേദനമായിട്ട് വെച്ച എന്തെങ്കിലും തിന്നാ ഛർദ്ദിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവള് വെട്ടി മുന്നത് ഇവളെ കണ്ടാ പറയും ഇവൾക്ക് തലവേദന ആണെന്ന്. പക്ഷെ ഇവള് അടുവെടുത്താണാവഞ്ഞി എമ്മേ ഇവിടെ തീറ്റ കണ്ടാൽ ചിലപ്പോൾ ഒരാഴ്ച പട്ടിണി കിടന്ന മെയിനാണ് പോണ തീറ്റ കണ്ടാൽ. വെള്ളം നിറഞ്ഞ് ഇത് കൊണ്ടക്കട്ടെ. പഠിച്ചോനെ ഇവിടെ ഏതാൻ പഠിച്ച കളി കേട്ടാ. എന്തേനോളെ വർത്താനം ഇവിടെ വർത്താനുണ്ട് പറഞ്ഞപ്പോ ഞാൻ ഏതായാലും ഓള് പറഞ്ഞതൊക്കെ ശരിയാന്ന് വിചാരിച്ചു. കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് തന്നെ അവള് ചെയ്ത സാമർത്ഥ്യം ഏതായാലും പെണ്ണെന്നാണ് ഓള്. ഓള് ഏതായാലും ഓളെ പോക്ക് എങ്ങട്ടാന്ന് ഞാൻ നോക്കട്ടെ. എൻ്റെ തനി സ്വഭാവം അറിയും. ഈ വയസ്സാം കാലത്തെ എന്നെക്കൊണ്ട് ഈ പണിയൊക്കെ എടുപ്പിച്ച് ഓള് 10 മണിക്ക് നീറ്റി വരിക, ചായ കുടിക്കുക. നാളെ നോക്കട്ടെ ഓള് എന്താ കാട്ടണമെന്ന്. ഇന്നത്തെ കണ്ടിട്ട് പോട്ടെ. പഠിച്ചോനെ റബ്ബേ, എനിക്ക് പെണ്ണായിട്ടും ആണായിട്ടും എനിക്ക് റബ്ബ് ഒന്നിനെ തന്നിട്ടുള്ളൂ. ഇപ്പം ആ ഒന്നിനെ നോക്കി വളർത്തിയിട്ട് ഇപ്പം കൂടുന്നത് ഇങ്ങനെ. റബ്ബേ, എന്നെ പരീക്ഷിക്കുകയാണോ ജി? ഏതായാലും പഠിച്ചോ എന്നെ പരീക്ഷിക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ നല്ലോണം പരീക്ഷിക്കും. ഇൻ്റെ അടുത്ത കളി ഇൻ്റെ അടുത്തോളം കളിയൊന്നും നടക്കൂല. ഏതായാലും നാളെ നേരം വിളിക്കട്ടെ. ഓള് ഇമ്മാതി സ്വഭാവനാണ് ഓള് എടുക്കുന്നത് ഞാൻ നോക്കട്ടെ. ഇന്നോടാ കളിക്കണത്. ഇന്നിങ്ങനെ പോട്ടെ. ഈ വേസ്റ്റൊക്കെ എന്താ കാട്ടുക? ഏതാ എടുത്തുകൊള്ളാം. ചായ തണുത്ത് വേണം, വെള്ളം പാത്രം കഴുകണല്ലോ റബ്ബേ. നീ ഏതായാലും റൂമിൽ തന്നെ പോയി കിടക്കാതെ. ഉച്ചൻ്റെ നേരത്തെ നീ ചോറ് തിന്നാണ്ടാണ്. അതാ